2 പീസ് ചിക്കൻ പൊരിച്ചതും അൺലിമിറ്റഡ് നെയ്ച്ചോറും പപ്പടവും പരിപ്പ് കറിയും വേറൊരു കറിയും അതും വെറും 100 രൂപക്ക് മാത്രം. ഈ കാലത്ത് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിന്റെ റൺവേയുടെ ബാക്കിലുള്ള ബാപ്പുക്കാന്റെ തട്ടുകടയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കയറി ചെന്നപ്പോ തന്നെ നല്ല അസാദി കിടുക്കാജി തിരക്കായിരുന്നു. ഉരുളിയിലാണെങ്കിലോ ചെറുതൊന്നല്ല മക്കളെ, വലിയ പീസ് ഇങ്ങനെ പൊരിച്ചുകൊണ്ട് നിൽക്കണം. ടേബിൾ മേലെ ഒരു പാത്രം നിറച്ച് നെയ്ച്ചോറും 2 ഐറ്റം കറിയും വന്നിട്ടുണ്ട്. അതിലൊന്ന് പരിപ്പ് കറിയാണ് കേട്ടോ. നെയ്ച്ചോറിലേക്ക് പരിപ്പ് കറി നല്ല സെറ്റ് ആണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ പപ്പടം കിട്ടി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചിക്കൻ പീസൊക്കെ തിരഞ്ഞെടുക്കാം. സാധാരണ ഒരു പീസ് ഇവിടെ അൽഫാമിന്റെ അത്ര വലിപ്പം ഉണ്ടാവാറുണ്ട്. ലെഗ് പീസിനോട് കുറച്ചങ്ങോട്ട് ഇഷ്ടമുണ്ടായതുകൊണ്ട് 2 ലെഗ് പീസ് എടുത്തു. നമ്മൾ ഇതിനകത്ത് നല്ല ചൂട് നെയ്ച്ചോറ് ഇങ്ങനെ വിളമ്പ്. പുറത്താണെങ്കിൽ നല്ല ഒടുക്കത്ത് നല്ല കിടുക്കാച്ചി തണുപ്പാണ് കേട്ടോ. നല്ല ആവി പറക്കുന്ന നെയ്ച്ചോറിന്റെ മേലെ നല്ല ചൂടുള്ള പരിപ്പ് കറി ഒഴിച്ചു. പിന്നെ ആ ചൂടുള്ള ചിക്കൻ പീസ് നമ്മുടെ ചോറ്റിലേക്ക് അങ്ങോട്ട് വെച്ച് ചെറിയ കളിയില്ല മക്കളെ, വലിയ കളിയാണ്. പപ്പടൊക്കെ ഉണ്ട്. പപ്പടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചിട്ട് നല്ല ചിക്കന്റെ പീസൊക്കെ നുള്ളിയിട്ട് കുഴച്ചാണ്ട് കഴിക്കണം. 100 രൂപക്ക് ഉടായിപ്പല്ല മക്കളെ, നല്ല കിടിലം വറുത്തട്ടോ. ചിക്കൻ പീസിന്റെ ആ സ്വാദ് ഉണ്ടല്ലോ, ശരിക്കും നല്ല കിട്ടിക്കാച്ച് കിർമണിട്ട് മസ്റ്റ് ട്രൈ ആണ് മക്കളെ. വൈകിട്ട് മുതൽ രാത്രി 1 മണി വരെ ഇവരുണ്ട്. രാത്രി സമയത്തൊക്കെ എയർപോർട്ടിലേക്ക് ഫുഡ് കഴിക്കാതെ വരുന്നവർക്കുള്ള നല്ല കിടില സ്പോട്ടും കൂടിയാണ്. നെയ്ച്ചോറിലേക്ക് ആ പരിപ്പ് കറി ഒരു അന്യായ കോമ്പന്നെയാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ മറ്റേ കറി തൊട്ടതും കൂടി ഇല്ല. എന്നാലും 100 രൂപക്ക് 2 പീസ് ചിക്കനും നെയ്ച്ചോറും ഇതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ കാലത്ത് സംഭവം തന്നെയാണ്. നമ്മുടെ ആശയ്ക്കാണെങ്കിൽ ഒരേ ഒരു അടിയാണ് മക്കളെ. അപ്പൊ സ്പോട്ട് മറക്കേണ്ട റൺവേയുടെ ബാക്കിലുള്ള കുമ്മണിപ്പറമ്പ് എന്ന സ്ഥലത്തുള്ള നമ്മുടെ ബാപ്പുക്കാന്റെ തട്ടുകടിയിലാണിത് കേട്ടോ.